ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ആലു സൂജി ബോൾസ് ആണ്. ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇതിനകത്ത് നമ്മൾ ആലു മസാല ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രമായിട്ട് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഞാനിവിടെ 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് പൊട്ടറ്റോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒനിയനാണ്. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഓനിയൻ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ട്രാൻസ്പെറൻറ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പച്ചമുളകും ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ജിഞ്ചർ പേസ്റ്റാണ്. ഞാനത് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റും ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ രണ്ടിനെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ആ ഓനിയൻ്റെ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മീറ്റ് മസാല, ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഈ പൊടികളെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളുടെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിപ്പം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോസാണ്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവോളയിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ ഈ മസാല മിക്സ് ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളിതിലേക്ക് ഒട്ടും വെള്ളം ഒന്നും ചേർക്കരുത്. നല്ല ഡ്രൈ ആയിട്ട് തന്നെ എടുക്കണം. ഇപ്പോൾ ഈ മസാല എല്ലാം കൂടി നമുക്ക് ഉരുളക്കിഴങ്ങുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഉപ്പ് നിങ്ങൾക്കിനി വേണോ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാനിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. അത് കുറച്ചായിട്ട് ഇങ്ങനെ പതിയെ ചേർത്ത് കൊടുക്കുക. തീ അധികം കൂട്ടി വെക്കരുത്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് റവ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. തീ കുറച്ച് വെച്ച് തന്നെ മിക്സ് ചെയ്യുക. ആ വെള്ളം ഒന്ന് വറ്റി വരണം. ആ ഒരു രീതി വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആവുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കൂടുതൽ ഡ്രൈ ആയി പോവേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ വന്നാൽ മതി. ഇപ്പം നമുക്ക് തീയെല്ലാം ഓഫ് ചെയ്ത് വെക്കാം. ഇതൊന്ന് ഇച്ചിരി തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇനി ഇവിടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മസാലയാണ്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിത് ബോൾസാക്കി മാറ്റാം. ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വയ്ക്കാം. ഈ രീതിയിൽ നമ്മൾ കുറച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഈ വലുപ്പത്തിലുള്ള ബോൾസാക്കി മാറ്റി വെക്കാം. ഇനി നമ്മളുടെ റവ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ല മയപ്പെടുത്തിയെടുക്കണം.
ചെറു ചൂടോടുകൂടി തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളത് നന്നായിട്ട് മയപ്പെടുത്തി എടുക്കുക. ഞാനിവിടെ ചെറു ചൂടോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് ബോൾസാക്കി മാറ്റണം. അതിനിടെ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് ഇടവുക, അത് പറ്റി പിടിക്കാതിരിക്കാൻ. ഇത് കുറച്ച് നമ്മൾ റവയിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല ഒന്ന് മയപ്പെടുത്തി എടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മളത് പരത്തിയെടുക്കണം. ഇതുപോലെ ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. അധികം തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. ഇനി അതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ബോൾസ് അതിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് റവ അതിന് ചുറ്റിനും ഒരു ബോൾ പോലെ തന്നെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. കൂടുതലായിട്ട് വരുന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് വേണ്ടാത്തത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കി നല്ല ബോളിൻ്റെ ഷേപ്പിലേക്ക് നമ്മളൊന്ന് ആക്കിയെടുക്കുക. ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ബോൾസാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ മസാല എല്ലാം അതിൻ്റെ ഉള്ളിലാണ്. നമ്മൾ റവ കൊണ്ടുള്ള കോട്ടിങ് പുറമേ അത് റാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇതുപോലെ നമുക്കെല്ലാം ബോൾസാക്കി മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനെല്ലാം ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്റ്റീം ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് നമ്മളിത് വെക്കുകയാണ്. ആദ്യമേ കുറച്ച് ഓയിലും തടവി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ബോൾസ് എല്ലാം വെച്ച് കൊടുത്ത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിച്ചാൽ മതി. ആ സമയത്ത് നമ്മൾ വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ചെറിയ ഉള്ളിയാണ്, അത് കുറച്ച് 3-4 മതിയാവും. അതൊന്ന് അരിഞ്ഞെടുത്തത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ഞാനിവിടെ ഒരു 3 വത്തൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴന്നതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മതിയാവും കായപ്പൊടി. ഇതെല്ലാം കൂടെ അത് ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇട്ടാൽ മതിയാവും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബോൾസാണ്, അത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം അതിൻ്റെ ചുറ്റിനും ഒന്ന് ആവുന്ന രീതിയിൽ ഈ മുളക് പൊടി ആ എണ്ണയെല്ലാം കൂടി ഇതിനൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ പൊടികളെല്ലാം കൂടി ഇട്ട് വഴറ്റിയതെല്ലാം നന്നായിട്ട് ബോൾസിലെല്ലാം ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്. നമ്മുടെ ആലു സൂചി ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യത്തിന് എരിവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വേറെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് ഇതേപോലെ തന്നെ എടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വെറൈറ്റി റെസിപ്പി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.